ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് മക്കൾക്ക് വേണ്ടിയിട്ടൊരു നുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരിയുടെ നുറുക്ക്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം കുറച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ജീരകം, കറുത്ത എള്ള്, ചെറിയ ജീരകമായിട്ട് ചേർത്തത്, ചെറിയ ജീരകവും എള്ളും കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് ഇളക്കി കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കൂടിയിട്ട്, മുളക് പൊടിയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ആ പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറിയ ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, കാരണം ആ എണ്ണ പിന്നെ റീയൂസ് ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമുള്ള എണ്ണ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നുറുക്കുണ്ടാക്കുന്ന അച്ചാണ് വയ്ക്കേണ്ടത്. ഇടിയപ്പം ഉണ്ടാക്കണമല്ല, നുറുക്കിൻ്റെ ആ ഷേപ്പുള്ള അച്ചാണ് ഇടേണ്ടത്. അതിട്ടിട്ട് നമ്മളതിലേക്ക് ആ മാവ് വെച്ചിട്ട് നുറുക്കിൻ്റെ മോഡൽ നമ്മൾ കറക്കിയെടുക്കണം, ചുറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വിട്ടു പോവരുത്. നന്നായിട്ട് മാവ് കറക്റ്റാണ്, വെള്ളം കറക്റ്റാണെങ്കിൽ അത് വിട്ടു പോവാണ്ട് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ നുറുക്കും ചുറ്റിച്ചെടുക്കുകയാണ്. അതിപ്പോൾ വെള്ളം കറക്റ്റായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് വിട്ടു പോവാണ്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് വെള്ളം കറക്റ്റാണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് വിട്ട് പോകും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട്. എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചുറ്റിച്ചിട്ട് നല്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ തിളച്ച എണ്ണയിലോട്ട്, ഞാനൊരു പ്ലേറ്റിലാണത് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് തന്നെ 2 എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് തന്നെ കമത്തിയിട്ടിട്ട് ആ എണ്ണയിലേക്ക് ഇടാവുന്നുള്ളൂ. ചിലർ ഇല ഉണ്ടെങ്കിൽ ആ ഇല വാട്ടിയിട്ട് വാഴയിലയിൽ പരത്തി വെച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ 2 പ്ലേറ്റാണ് എടുത്തത്. അപ്പോൾ ആ പ്ലേറ്റിലേക്കാണ് ഞാൻ ചുറ്റിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കയ്യിലേക്ക് എടുത്തിട്ടാണ് ഞാൻ തിളച്ച എണ്ണയിലേക്ക് ഞാൻ ഇടുന്നത്. അപ്പോൾ സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ കയ്യിലേക്കൊന്നും എണ്ണ തെറിക്കാതെ സൂക്ഷിച്ചിട്ടാൽ മതി. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നല്ല പരന്ന ഉരുളി പോലത്തെ പാത്രമാണെങ്കിൽ കുറേ ഇട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇത് ചീഞ്ചട്ടി ആയതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് ഇട്ട് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് മുരിയണ വരെ വറുത്തെടുക്കുക. കളർ ഒരുപാട് ഡാർക്കാവരുത്, നല്ല നുറുക്കിൻ്റെ കളറ് അത് നോക്കിയിട്ട് അതുപോലെ തന്നെ എടുക്കുക. അപ്പം അടുത്തത് ഞാനിട്ട് അങ്ങനെ എല്ലാം ഞാൻ വറുത്തെടുത്ത്. അപ്പം മാളൂട്ടി വന്നിട്ട് പറഞ്ഞ്, അമ്മ എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ട് മാളൂട്ടി ചുറ്റിച്ച് നോക്കിയാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ മാളു അത് ചുറ്റിച്ചെടുത്ത്. അങ്ങനെ ഞങ്ങളെല്ലാം നുറുക്കും ഉണ്ടാക്കി. അപ്പം 2 ഗ്ലാസ് പൊടി കൊണ്ട് എനിക്ക് 17 നുറുക്കാണ് കിട്ടിയത്. അപ്പം എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു.